ഓൺലൈനായിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിലും ട്രേഡ് മാർക്ക് ചെയ്യണം, ലോഗോ വേണം, ബിസിനസ് നെയിം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്തിനാ അപ്പോൾ ഇതൊക്കെ എത്ര റിസ്ക് എടുക്കണം, ലോഗോക്ക് കൊടുക്കണമെങ്കിലും ഇനിയിപ്പോൾ ട്രേഡ് മാർക്ക് ചെയ്യണമെങ്കിലൊക്കെ ഒരുപാട് എക്സ്പെൻസ് ആണ്, പൈസ ചിലവാണ്, പിന്നെ മെനക്കെടണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും അത് നമ്മൾ തുടക്കത്തിൽ തന്നെ അതിൻ്റെ തറ ഒന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് വിഷമിക്കേണ്ടി വരില്ല കേട്ടോ. ഇനി എത്ര തന്നെ പടവുകൾ ചെയ്താലും അതിന് ഉറപ്പ് തന്നെ ആയിരിക്കും, അതിനൊരിക്കലും ഒരു വിള്ളൽ വരില്ല. അത് ഞാൻ എൻ്റെ ഈ ബിസിനസ് ലൈഫിൽ മനസ്സിലാക്കി ഒരു കാര്യമാണ്. സത്യം പറയട്ടെ, ആദ്യമായിട്ട് ബിസിനസ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നെ പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക, ഇതൊക്കെ എത്ര ബുദ്ധിമുട്ടാണ്, ഇതിനൊക്കെ ഇനിയിപ്പോൾ എത്ര നടക്കണം, ഇനിയിപ്പോൾ ഇതിനൊക്കെ കഴിയോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. പക്ഷെ ഇപ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും നോക്കണ്ട കേട്ടോ. നിങ്ങളെ ബിസിനസ് വലുതായി, നിങ്ങളെ ബ്രാൻഡ് വലുതായി, നിങ്ങൾക്ക് കുറേ കസ്റ്റമറും കുറേ പ്രൊഡക്റ്റും ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ പിന്നീടായിരിക്കും ഇതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുക. കോഴിക്കോട്ടുകാർക്കൊക്കെ പണ്ടേ പരിചയമുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അറബിക് ഫുഡൊക്കെ കൂടുതലായിട്ടും കഴിക്കാൻ അവിടേക്കായിരുന്നു എല്ലാവരും പോയിരുന്നത്. പിന്നെ എപ്പോഴും അതിന്റെ പേര് മാറിയതായിട്ട് ഞാൻ അറിഞ്ഞു. അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. റെസ്റ്റോറന്റ് വലുതായി ആളുകളൊക്കെ അറിയപ്പെട്ടു തുടങ്ങി. പുറം രാജ്യങ്ങളിലേക്കൊക്കെ ബ്രാഞ്ചുകൾ വന്നപ്പോഴാണ് അറിയുന്നത് ഇതേ പേരിൽ ആദ്യം തന്നെ മുതലേ ട്രേഡ് മാർക്ക് ചെയ്ത ഒരു ടീം ഉണ്ടായിരുന്നു. സെയിം പേരായതുകൊണ്ട് തന്നെ അവർ കംപ്ലൈന്റ് കൊടുത്ത് അവർക്ക് ആ പേര് മാറ്റേണ്ടി വന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ അബദ്ധങ്ങളൊന്നും പറ്റണ്ട കേട്ടോ. ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡസ്റ്റി പ്രിന്റഡ് അബായസിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് എത്ര പേരാ നമ്മളോട് എൻക്വയറി ചെയ്തെന്നറിയോ, ഒരു ഫ്രാഞ്ചൈസി തരാം, ഒരു ഔട്ട്ലെറ്റ് ഇടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മാഷാ അല്ലാഹ് അന്ന് ചെയ്ത് നന്നായില്ലേ.